ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ട്രംപ് ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തി. ഹമാസുമായി ബന്ധപ്പെട്ട് ട്രംപ് പ്രഖ്യാപിച്ചത് പലതും ഞെട്ടിക്കുന്നതാണ്. ഒന്ന്, ഗാസയെ മുഴുവൻ ഒഴിപ്പിക്കും, ഗാസയിൽ പശ്ചിമേഷ്യൻ റിവേറ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെ സാധിക്കുമെന്ന് ഇസ്രയേലിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ട്രംപ് പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി ഒന്നും പറഞ്ഞില്ല. എന്നാൽ ട്രംപ് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ധാരണയുടെ പുറത്ത് ആദ്യഘട്ട വിട്ടയക്കലിന്റെ അവസാന ദിവസം ഹമാസ് ഒരു വിരട്ടൽ നടത്തി. ഞങ്ങൾ അവസാനം വിട്ടുകൊടുക്കാനുള്ള 6 പേരെ വിട്ടുതരില്ല, ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തി. അന്ന് ട്രംപ് പെട്ടെന്ന് വികാരത്തിളപ്പോടെ പറഞ്ഞത് ആ 6 പേരെയല്ല, മുഴുവൻ പേരെ നിങ്ങൾ വിട്ടുകൊടുക്കണില്ല, ഞങ്ങൾ തീർക്കുമെന്ന്. ആ വിരട്ടലിന് ഫലമുണ്ടായി. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ 6 പേരെയും കൃത്യം ടൈം ഫ്രെയിമിൽ ഹമാസ് വിട്ടുകൊടുത്തു. അത്രയുമേ അന്ന് ട്രംപ് വിചാരിച്ചുള്ളൂ. അതോടെ ആ ഭീഷണി തീർന്നെന്ന് കരുതി. എന്നാൽ ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേലിനെ ആവേശഭരിതരാക്കിക്കൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന സഖ്യരാജ്യങ്ങളെയും വിരട്ടിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. ട്രംപ് ഹമാസിനോട് പറഞ്ഞു ഷാലോം ഹമാസ്. അത് ഹീബ്രു ഭാഷയിലുള്ള അഭിസംബോധനയാണ്. അതിന്റെ അർത്ഥം ഹലോ ഗുഡ് ബൈ എന്നാണ്. അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ, പക്ഷെ നിങ്ങൾ തീർന്നു എന്നാണ്. അവരോട് പറയുന്നു, ഇനി നിങ്ങളുമായി ഒരു ചർച്ചയിലില്ല, ഇനി ഒരു തരത്തിലുള്ള ധാരണയുമില്ല, ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി മാത്രമാണുള്ളത്. സകല തടവുകാരെയും വിട്ടുകൊടുക്കുക, സകല മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുക. മൃതദേഹങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മനോരോഗികളും തലതിരിഞ്ഞവരുമാണ്. നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ മനോരോഗികളും തലതിരിഞ്ഞവരുമാണ്. നിങ്ങളെ ഇനി വാഴാൻ അനുവദിക്കില്ല. നിങ്ങൾ തടവിലാക്കിയിരിക്കുന്ന മുഴുവൻ പേരെയും വിട്ടുകൊടുക്കുക, നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തീർന്നു. വളരെ കൃത്യമായ ഭാഷയിൽ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ ഫോറത്തിലൂടെ വ്യക്തമായ മുന്നറിയിപ്പ് ഹമാസിന് കൊടുത്തിരിക്കുന്നു.